വാണിമേലിലെ എഴുത്തുകാർ. രചന ആലാപനം ജാഫർ വാണിമേൽ. കോടാന്തീരം എന്നോരോമന പേരിട്ടിട്ടോർമ കുറിച്ചവരെ ബാണ്യക്കാരെ കാടുകൾ വെട്ടിത്തെളിയിച്ചു പൊന്ന് വിളയിച്ച നാട്ടുകാരെ കോരിച്ചോരിയും മഴ പെയ്യേണ്ടുന്നേരം വെയിലിനാൽ ഉഴറുന്നോരെ ഇക്കാലത്ത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ സങ്കടം ഉള്ളിലായി പേറുന്നോരേ ചറപറ പെയ്യുന്ന മഴയുടെ കാലം നിന്നു ചിരികളി ഓർമ്മകളിൽ കോടാന്തിരം പെയ്തു ചിരകാല സ്വപ്നത്തിൻ പൂവണിയൽ ആഗതമായി ചിന്തതനഗ്നിയുമായി കൽപ്പറ്റ മാശ്വരവായി ഇന്നത്ര സന്തോഷമായി ബാണ്യക്കാർക്ക് എന്നേക്കും ആഹ്ലാദമായി ആഹ്ലാദ ചിത്തത്തിൻ കാരണമാകുവാൻ കാര്യങ്ങൾ എമ്പാടുണ്ട്. അതിലൊന്ന് അനുഭവ വൃത്താന്തം ഇതം പ്രഥമമായി നാട്ടിലെന്നതാണ്. മുമ്പേതോ കാലത്ത് മതമോഹിനി കുഞ്ഞാമി മാല പിറന്നിട്ടുണ്ട്. അതിനുശേഷം അത്ഭുതമായി ബദറൊളിയും ഇമ്പമേകും ഇശലായി ഇവിടെ ജനിച്ചിട്ടുണ്ട്. ഇന്നാട്ടുകാരായിട്ടുണ്ട് അനേകം പേര്, ഇരുത്തം വന്നവരായി എഴുതി തെളിഞ്ഞവര്, മൂസാവാണിമേൽ ഇബ്രാഹിം സോദരര്, മാപ്പിളപ്പാട്ടുകവി പുഴക്കൽ വീട്ടിൽ മൊയ്തീൻ CV.A. കുട്ടി മാഷും, ഭൂമി വാതിലൻ CM സുഫി എന്നവരും. ബാണ്യക്കാർക്കധികം പിടിപാടില്ലാത്ത ഒരു വ്യത്യസ്ത മേഖലയുണ്ട്. അതാണല്ലോ സിനിമ, കഥ, ആരോഗ്യം, സാഹിത്യ നിരൂപണവും പലതും ചേർന്നതുമാണല്ലോ. വാണിമേൽ കുഞ്ഞിക്കണ്ണനോടിന്നെതിരിടുവാൻ ആരംഗത്താളില്ലല്ലോ. അതേപോലെ വെള്ളിയോടൻ, വേർക്കടവൻ, അബ്ദുള്ള എന്നിവരുടെ നോവലുകൾ വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് നോവലിസ്റ്റ് തോമസ് കാലായുണ്ട്. ഭംഗിയിലെഴുതുന്ന ശ്രീജിത്ത് മൂത്തേടത്ത്, MP ജയപ്രകാശ്, പിന്നെ റഹ്മത്ത് ടീച്ചർ, ബഷീർ മുളിവയലും, അയ്യങ്കിയിലെ രമേഷും, ഇപ്പോൾ 26 ബാണ്യക്കാരുടെ കീർത്തി പരന്നിടുന്നേ. പോരിശ പറയൽ ജാഫർ നിർത്തിയിടുന്നേ. കോടാന്തീരം എന്നോരോ മെനപ്പേരിട്ടിട്ടോർമ കുറിച്ചവരെ ബാണ്യക്കാരെ കാടുകൾ വെട്ടിത്തെളിയിച്ചു പൊന്ന് വിളയിച്ച നാട്ടുകാരെ.